PSLVയുടെ തുടർച്ചയായ പരാജയങ്ങൾ അത് പഠിക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി അജിത് ഡോവലിനെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞയച്ചത്. ഒരു പ്രത്യേക ദൗത്യം നൽകിയാണ് മോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിനെ തുമ്പയിലെ BSSCയിലേക്ക് വിട്ടത്. അങ്ങനെ അവിടെ എത്തി 2-3 ദിവസം അവിടെ താമസിച്ച് എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞ് എല്ലാ വിവരങ്ങളും ഒക്കെ പഠിച്ചു, അന്വേഷണമൊക്കെ നടത്തി, ഉന്നത ഉദ്യോഗസ്ഥരുമായി വലിയ രീതിയിലുള്ള ചർച്ചയൊക്കെ നടത്തിയതിനു ശേഷമാണ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് നിന്നും തിരിച്ചു നേരെ ദില്ലിയിലെത്തി നരേന്ദ്രമോദിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. നിലവിൽ ISRO വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ചെറിയൊരു റിപ്പോർട്ട് ഇപ്പോൾ ISROയുടെ പുറത്തുനിന്നുള്ള ഒരു ഉന്നത സമിതി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ആ കാര്യം പുറത്തു വന്നതോടുകൂടി ISROയിൽ ചാരന്മാരും ഉണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടി വരുന്നു. കാരണം ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ ഒരു കാരണവശാലും വിജയിക്കരുത്, അല്ലെങ്കിൽ ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന ദൗത്യത്തിലേക്ക് എത്തരുത് എന്ന മനസ്സുള്ള ഒരുപാട് ദുഷ്ടശക്തികൾ ISROയിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം അങ്ങനെയാണ് ഇന്നലെ തന്നെ ISRO പുറത്തുവിട്ട പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം PSLV പരാജയങ്ങളുടെ കാരണം തേടിയുള്ള വിദഗ്ധ സമിതിയുടെ പഠനം അത് തുടരുന്നതിനിടെ മറ്റൊരു പരാജയത്തിന്റെ കാരണം കൂടി ISRO വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS-2 ബഹിരാകാശത്ത് കുടുങ്ങിയതിന്റെ കാരണമാണ് ISRO വെളിപ്പെടുത്തിയിരിക്കുന്നത്. സന്ദേശം കൈമാറുന്ന കണക്ഷൻ വയർ മുറിഞ്ഞു പോയതിനാലാണ് ആ ദൗത്യം ISROയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇതേ തുടർന്ന് NVS-2 ഉപഗ്രഹം ISRO ഉപേക്ഷിച്ചു. അതിനുശേഷം തുടർച്ചയായി 2 PSLV റോക്കറ്റ് വിക്ഷേപണ ദൗത്യങ്ങൾ പരാജയപ്പെട്ടത് വിവാദമായതോടെയാണ് അതിനു മുമ്പുണ്ടായ പരാജയത്തിന്റെ കാരണം വെളിപ്പെടുത്താൻ ISRO നിർബന്ധിതരായത്. ഇന്ത്യയുടെ സ്വന്തം നാവിക് ശൃംഖലയുടെ ഭാഗമാകേണ്ടിയിരുന്ന പുതുതലമുറ ഗതി നിർണയ ഉപഗ്രഹമായിരുന്നു NVS-2. 2025 ജനുവരി 29-നാണ് വിക്ഷേപണം നടന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള ഇസ്രോയുടെ 100ാം വിക്ഷേപണ ദൗത്യമായിരുന്നത്. GSLV F-15 റോക്കറ്റ് ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്തു. പക്ഷേ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ നിന്ന് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം ഉയർത്താനായില്ല. ത്രസ്റ്ററുകൾ പ്രവർത്തിച്ചില്ല എന്നാണ് ISRO വെളിപ്പെടുത്തിയത്. ത്രസ്റ്ററുകൾ ജലിക്കണമെങ്കിൽ ഓക്സിഡൈസർ വാൽവ് തുറക്കണം. വാൽവ് തുറക്കാനുള്ള സിഗ്നൽ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് പുറപ്പെടുവിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ടറിന്റെ സമ്പർക്കം വിട്ടുപോയെന്നാണ് പ്രശ്നം പഠിച്ച ഉന്നത സമിതിയുടെ കണ്ടെത്തൽ. സാധാരണ ഒരു മെയിൻ കേബിളും ഒരു ബാക്കപ്പ് കേബിളും ഉണ്ടാകും. ഇവർ രണ്ടിന്റെ കണക്ഷൻ വിട്ടുപോയെന്നാണ് ഇസ്രോയുടെ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. സമ്പൂർണ്ണ പരാജയ പഠന റിപ്പോർട്ടല്ല പുറത്തുവിട്ടിരിക്കുന്നത്. അതിലെ വിവരങ്ങൾ ചേർത്ത സംക്ഷിപ്ത രൂപം മാത്രമാണ് ഇപ്പോൾ ഇസ്രോ പുറത്തുവിട്ടിരിക്കുന്നത്. കണക്ടറിന്റെ പ്രശ്നമാണ് ഉപഗ്രഹത്തെ കുടുക്കിയതെന്ന് മുമ്പേ സൂചന ഉണ്ടായിരുന്നുവെങ്കിലും ഔദ്യോഗികമായ സ്ഥിരീകരണം എത്തുന്നത് ഇപ്പോഴാണ്. എങ്ങനെയാണ് മെയിനും ബാക്കപ്പും ഒരുമിച്ച് പ്രശ്നത്തിലായതെന്ന് ഇസ്രോ വിശദീകരിക്കുന്നില്ല. പ്രശ്നം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചുവെന്നും CMS-3 ഉപഗ്രഹം മുതൽ മാറ്റം നടപ്പാക്കിയെന്നും ഇസ്രോ പറയുന്നുണ്ട്. 2025 മെയിലെ PSLV-C-61 പരാജയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇസ്രോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. 2026 ജനുവരിയിൽ PSLV-C-62 പരാജയത്തെക്കുറിച്ച് ആദ്യം മുൻ ചെയർമാൻ K. ശിവന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരു പഠനം നടത്തിയിരുന്നു. പിന്നീട് മുൻ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ K. വിജയരാഘവന്റെ നേതൃത്വത്തിൽ മുൻ ചെയർമാൻ S. സോമനാഥിനെ കൂടി ഉൾപ്പെടുത്തി മറ്റൊരു സമിതിയെ കൂടി പ്രശ്നം പഠിക്കാനായിട്ടാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. ഈ സമിതിയാണ് ഇപ്പോൾ വിവരശേഖരണം നടത്തുന്നത്. ഏപ്രിൽ വരെ ഇസ്രോയുടെ ദൗത്യങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് ലഭ്യമായ വിവരം. എന്ന് വെച്ചാൽ ഉടൻ തന്നെ പല തലകൾ ഉരുളുമെന്നും പ്രഹാർ നിയമത്തിന്റെ ആദ്യ ഗുണഭോക്താവാകാനുള്ള അവസരം ഇസ്രോ തിരുവനന്തപുരം യൂണിറ്റിലെ ചിലർക്ക് കിട്ടുമെന്നാണ് അറിയുന്നത്. അതായത് ISROയിൽ ചാരന്മാർ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും.